कह दो इन हसरतों से कहीं और जा बसे. ബഹദൂർ ഷാ സഫറിന്റെ സംഭാവന അദ്ദേഹത്തിന്റെ കവിതകൾ മാത്രമാണ്. ലഗ്താ നഹി ഹെ ദിൽ മെരാ ഉജ്ദേ ദയാരുമേ, എൻ്റെ ഹൃദയം എങ്ങനെ സന്തോഷമടയുമെന്ന. ആരെയാണ് അങ്ങനെ അനശ്വരനായിട്ട് ഇവിടെ സംവിധാനിച്ചത്? എൻ്റെ പൂർത്തീകരിക്കപ്പെടാതെ കിടക്കുന്ന ആ ആഗ്രഹങ്ങളോട് നിങ്ങളൊന്ന് പറയൂ. കഹി ഓർ ജാ ബസേ, നിങ്ങൾക്കും കൂടെ താമസിക്കാൻ ഇനി ഒരു സ്ഥലം, നിങ്ങൾ മറ്റെവിടെയെങ്കിലും പോകൂ എന്നൊരു. लगता नहीं है दिल मेरा. വരിയായത്തിലേക്ക് സ്വാഗതം. രാജ്യത്ത് ഉറുദു കാവ്യരംഗത്ത് അമൂല്യമായ സംഭാവന നൽകിയിട്ടുള്ള ഒരു ഭരണാധിപൻ ഉണ്ടായിരുന്നു, ബഹദൂർ ഷാ സഫർ. ബഹദൂർ ഷാ സഫറിന്റെ സംഭാവന അദ്ദേഹത്തിന്റെ കവിതകൾ മാത്രമല്ല, ഇബ്രാഹിം സൗഖ്, മിർസ ഗാലിബ് എന്നിവരെ കൊട്ടാര സദസ്സിലിരുത്തി കവിതകൾ നെയ്യിച്ച ഒരു മഹാനുഭാവൻ കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം കവിതകളെ അത്രമേൽ ഇഷ്ടപ്പെട്ടിരുന്നു. മുഗൾ ഭരണത്തിലെ ഏറ്റവും അവസാനത്തെ ഭരണാധികാരി. ഭരണതലത്തിൽ അദ്ദേഹം ഒരുപക്ഷെ ഒരു പരാജയമായിരുന്നു എന്ന് വിലയിരുത്തുന്ന ആളുകളുണ്ട്. അതിൻ്റെ ശരികേടുകളിലേക്ക് കടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നേയില്ല. പക്ഷേ ഒരു കവി എന്ന നിലയിൽ ബഹദൂർ ഷാ സഫർ വളരെ മികച്ച ഒരു മാതൃകയായിരുന്നു. ഭരണചക്രം തിരിക്കുന്ന സമയത്തും അധികാരത്തിൻ്റെ ഗർവ് കാണിക്കാവുന്ന സന്ദർഭങ്ങളിലും അദ്ദേഹം അത് അങ്ങനെയൊന്നും കാണിച്ചിരുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. അദ്ദേഹം ഏറ്റവും ഒടുവിൽ നാട് കടത്തപ്പെട്ട് ഒരു കാരാഗ്രഹവാസം അനുഭവിക്കുന്നുണ്ട്. തൻ്റെ നാട്ടിൽ നിന്ന്, താൻ ജനിച്ചു വളർന്ന വീട്ടിൽ നിന്ന് അകറ്റപ്പെട്ട് തികച്ചും ഏകാന്തമായി അദ്ദേഹം ഒരു ജയിലറക്കുള്ളിൽ കഴിയുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സ് നാടിനെ വല്ലാതെ കൊതിച്ചിട്ടുണ്ടായിരുന്നു. ലഗ്താ നഹി ഹെ ദിൽ മെരാ ഉജ്ദേ ദയാരുമേ എന്ന് തുടങ്ങുന്ന ഗസലൊക്കെ ആ സന്ദർഭത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള ആ ഗസലിലെ 2 ഈരടികൾ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. ലഗ്താ നഹി ഹെ ദിൽ മെരാ ഉജ്ദേ ദയാരുമേ, കിസ്കി ബനി ഹെ ആലമേ നപായദാരുമേ. लगता नहीं है दिल मेरा उजड़े दयार में, किसकी बनी है आल में ना पाईदार में. ലഗ്താ നഹി ഹെ ദിൽ മെരാ ഉജ്ദേ ദയാരുമേ. ഈ നശ്വര ലോകത്ത്, ഈ വിജന തീരത്ത്, ഈ വിജനദേശത്ത് എൻ്റെ ഹൃദയം എങ്ങനെ സന്തോഷമടയുമെന്നാണ്. ഒറ്റയ്ക്ക് എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് ആ കാവ്യ സദസ്സുകൾ, മുഷായറകൾ, അവയൊക്കെ സാധ്യമാകാത്ത തരത്തിൽ വിജനദേശത്ത് അകപ്പെട്ട ഈ ഹൃദയം എങ്ങനെ സന്തോഷമടയുമെന്നാണ്. അതിൻ്റെ അവസ്ഥയെ ഞാൻ എവിടെ കൊണ്ടാണ് കെട്ടേണ്ടത്? സന്തോഷത്തെ അതിനെങ്ങനെയാണ് കണ്ടെത്താൻ സാധിക്കുക? കിസ്കി ബനി ഹെ ആലമേ നപായദാരുമേ. ഈ നശ്വരമായ ലോകത്ത്, ഈ നശിച്ചു പോകാനിരിക്കുന്ന ലോകത്ത് അനശ്വരമായൊരു ജീവിതം ആർക്കാണ് ലഭിക്കുക? ആരെയാണ് അങ്ങനെ അനശ്വരനായിട്ട് ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത്? എല്ലാവരും മരിക്കും. തൻ്റെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞ സമയത്താണ് ബഹദൂർ ഷാ സഫർ ഇത് എഴുതുന്നത്. തൻ്റെ എല്ലാ സമ്പന്നതകളിൽ നിന്നും, തൻ്റെ എല്ലാ ഔത്സുക്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട്, താൻ സന്തോഷത്തോടു കൂടി കണ്ടിരുന്ന തൻ്റെ കൊട്ടാര സദസ്സുകളിൽ നിന്ന് അകറ്റപ്പെട്ട് ഒരു കാരാഗൃഹത്തിൽ വസിക്കുന്ന ഹൃദയം. കവിതകളില്ല, സംഗീതമില്ല, നൃത്തമില്ല, ഒന്നുമില്ലാതെ ഇവിടെ ജീവിക്കേണ്ടി വരുന്നു. എൻ്റെ നാളുകൾ ഒറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ശരിയാണ്, ഹൃദയം ആ അവസ്ഥയോട് താതാത്മ്യപ്പെട്ട് കഴിഞ്ഞു. പക്ഷേ അതിനെ ഇനി സന്തോഷിക്കാൻ നിങ്ങൾ പ്രേരിപ്പിക്കരുത്. കാരണം സന്തോഷത്തിനൊരു കാരണം കാണുന്നേയില്ല. ഈ ലോകം നശിച്ചു പോകുന്നതാണ്. നിത്യവാസികളായിട്ട് ആർക്കും ഇവിടെ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മരണത്തെ പുൽകാൻ ഞാൻ ഒരുക്കമായിരിക്കുന്നു എന്നൊരു വാക്ക് പറയുന്നത് പോലെയാണ് എനിക്ക് ഈ ഈരടി വായിച്ചപ്പോൾ തോന്നിയിട്ടുള്ളത്. തുടർന്ന് അദ്ദേഹം വരച്ചു വെക്കുന്നൊരു ഈരടിയുണ്ട്. അതിങ്ങനെയാണ്: കഹദോ ഇൻ ഹസ്രത്തോ സെ കഹി ഓർ ജാ ബസേ, ഇത്നി ജഗ
कहा है दिले दागे दार में। कह दो इन हसरतों से कहीं और जा बसे, कह दो इन हसरतों से कहीं और जा बसे, इतनी जगह कहाँ है दिले दागदार में। कह दो इन ഹസറത്തോ സെ, ആ ആഗ്രഹങ്ങളോട്, ആ പൂർത്തീകരിക്കപ്പെടാതെ കിടക്കുന്ന ആഗ്രഹങ്ങളോട് ഒന്ന് പറയൂ. എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു, ഒരുപാട് മോഹങ്ങളുണ്ടായിരുന്നു. പക്ഷെ അത് ഇനി പൂർത്തീകരിക്കപ്പെടാൻ സാധിക്കുന്നൊരവസ്ഥയിലല്ല എൻ്റെ ദേഹമുള്ളത്. ഈ കാരാഗ്രഹത്തിലാണ്. ഈ കാരാഗ്രഹത്തിൽ നിന്നൊരു പുറംചാടൽ, ഒരു സ്വാതന്ത്ര്യം അതിനി സംഭവിക്കുമെന്ന് തോന്നേയില്ല. അതുകൊണ്ട് എൻ്റെ പൂർത്തീകരിക്കപ്പെടാതെ കിടക്കുന്ന ആ ആഗ്രഹങ്ങളോട് നിങ്ങളൊന്ന് പറയൂ. കഹി ഓർ ജാ ബസേ, മറ്റെവിടെയെങ്കിലും പോയിട്ടൊന്ന് താമസിക്കാൻ നിങ്ങൾ പറയൂ. വേറെ ഏതെങ്കിലും ഹൃദയത്തിൽ ആ അഭിലാഷങ്ങളോട് പോയി താമസിക്കാൻ പറയൂ. എൻ്റെ ഹൃദയത്തിൽ, ഈ നശിക്കാൻ കിടക്കുന്ന, മരണത്തെ പ്രതീക്ഷിച്ച് കിടക്കുന്ന ഈ ഹൃദയത്തിൽ ഇനി അതിന് സ്ഥാനമില്ല. സ്ഥാനമില്ല എന്ന് വെച്ചാൽ അത് പ്രായോഗികമായി അപ്രാപ്യമായ ഒന്നാണ്. ഈ കാരാഗ്രഹത്തിൽ നിന്ന് ആ ആഗ്രഹങ്ങളെ ഞാൻ എങ്ങനെ നേടിയെടുക്കുമെന്നാണ്. അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന ആ പൂർത്തീകരിക്കപ്പെടാത്ത അഭിലാഷങ്ങളോടൊന്ന് പറയും. മറ്റൊരു ഹൃദയം തേടി നിങ്ങൾ പോയിക്കോളൂ. നിങ്ങളുടെ ആ പൂർത്തീകരണം എൻ്റെ ഹൃദയത്തിൽ ഇനി സാധ്യമല്ല. ഇത്തിനി ജഗ കഹാ ഹെ ദിലേ ദാഗദാർ മേ. ഈ കളങ്കിത ഹൃദയത്തിൽ, ഈ മരണം കാത്തു കിടക്കുന്ന ഈ കളങ്കിത ഹൃദയത്തിൽ നിങ്ങൾക്ക് കൂടെ താമസിക്കാൻ ഇനിയൊരു സ്ഥലമില്ല. എവിടെയാണ് അങ്ങനെ ഒരു സ്ഥലമുള്ളത്? എൻ്റെ പ്രതീക്ഷകൾ മുഴുവൻ അസ്തമിച്ചിട്ടുണ്ട്. ഹൃദയം ചുരുങ്ങി വന്നിട്ടുണ്ട്. പൂർത്തീകരിക്കപ്പെടാത്ത അഭിലാഷങ്ങൾക്ക് ഇനി എൻ്റെ ഹൃദയത്തിൽ സ്ഥലമില്ല. അത് യാഥാർത്ഥ്യബോധത്തിന് നിരക്കുന്നതുമല്ല. അതുകൊണ്ട് നിങ്ങൾ മറ്റെവിടെയെങ്കിലും പോകൂ എന്നൊരു ധ്വനിയാണ് ഈ ഇരടിയിൽ ബഹദൂർ ഷാ സഫർ കുറിച്ചു വെച്ചിട്ടുള്ളത്. വളരെ മനോഹരമായി തൻ്റെ എണ്ണപ്പെട്ട ദിനങ്ങളിലും അദ്ദേഹം കാവ്യലോകത്ത് സഞ്ചരിച്ചിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ ഗസൽ എന്ന് പറയാൻ സാധിക്കും. ഇതിൽ തുടർന്ന് വരുന്ന ചില ഇരടികളുണ്ട്. നമുക്കവ തീർച്ചയായും മറ്റൊരു സന്ദർഭത്തിൽ ചർച്ചയ്ക്ക് വെക്കേണ്ടതുണ്ട്. വീണ്ടും കാണാം. ഏറെ നന്ദി. जगह कहाँ है दिले दागदार में, लगता नहीं है दिल मेरा